ഹലോ ഫ്രണ്ട്സ്, ബ്രേക്ക് ഒട്ടും തന്നെ കിട്ടാണ്ട് വന്ന വണ്ടിയുണ്ടോ? അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് ഒട്ടും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയോ ചെറിയൊരു ലീക്ക് ഉണ്ടെന്ന് മനസ്സിലായി. അങ്ങനെ വണ്ടി കയറ്റി ലിഫ്റ്റ് കയറ്റി പൊക്കി നോക്കി, എല്ലായിടത്തും ലീക്ക് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ബാക്കിലെ 2 ഡ്രം ലീക്കാണ്. ബാക്കിലെ വീൽ സിലിണ്ടർ കംപ്ലൈൻ്റ് ആയിട്ട് അവിടെ നിന്ന് നല്ലോണം ബ്രേക്ക് പിടിക്കുമ്പോൾ ചവിട്ടുമ്പോൾ ഇങ്ങനെ തുള്ളിയായിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുക. ഇതുകൊണ്ടില്ലേ, ബ്രേക്ക് പമ്പ് ചെയ്യണ ടൈമിൽ ഇങ്ങനെ വീൽ സിലിണ്ടറിൽ നിന്ന് ഇങ്ങനെ ലീക്കായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇപ്പോൾ വീൽ സിലിണ്ടറൊക്കെ ഒരെണ്ണം മേടിച്ച് വെച്ചിട്ട് ഇത് നന്നായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് നല്ല അടിപൊളിയാക്കി ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തെടുത്തു കേട്ടോ. ഇതേപോലുള്ള നിസ്സാര സംഭവം കൊണ്ട് തന്നെ വണ്ടിയുടെ ബ്രേക്ക് പോകും കേട്ടോ. അപ്പോൾ ഈ വണ്ടികളൊക്കെ 100-110 ഓടിക്കുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. ഒരൊറ്റ ചവിട്ടണമെങ്കിൽ വീൽ സിലിണ്ടർ ജാമായിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് തള്ളിപ്പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് ബ്രേക്ക് പിടിച്ചാൽ കിട്ടില്ല. ഇതുണ്ടല്ലേ, ഈ വീൽ സിലിണ്ടർ അഴിച്ചെടുക്കണുണ്ടോ? വീൽ സിലിണ്ടർ ഇതുപോലെ ഇങ്ങനെ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ഇത് പുത്തൻ സാധനം അങ്ങ് മാറിക്കളഞ്ഞു. അതുകൊണ്ട് ഇത് ഫുള്ള് ലീക്കാണ്. ഇത് വണ്ടി ബ്രേക്ക് ചവിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ ചാടുകയാണ്, ചീറ്റി തെറിക്കുകയാണ്. ഇതുണ്ടല്ലോ, ബ്രേക്ക് ഫ്ലൂയിഡ് വന്നാണ്ടോ. കഴിഞ്ഞിട്ട് ഇത് പുത്തൻ വീൽ സിലിണ്ടറാണ്. പുത്തൻ വീൽ സിലിണ്ടർ ഇട്ടിട്ട് നല്ലോണം അടിപൊളിയായിട്ട് കഴുകി വാഷ് ചെയ്ത് സെറ്റ് ചെയ്ത് വേണം ഇത് കയറ്റാനായിട്ട്. അല്ലെങ്കിൽ ഇതിനകത്ത് ഫ്ലൂയിഡ് ചാടി ഫുള്ള് ഇങ്ങനെ കരി പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇതിങ്ങനെ വെള്ളം അടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളഞ്ഞ് സെറ്റ് ചെയ്ത് കയറണം. അല്ലെങ്കിൽ വീണ്ടും ഈ ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ അംശം ഇരുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബ്രേക്ക് ചവിട്ടുമ്പോൾ കിട്ടില്ല, ഇങ്ങനെ തെന്നി പോകും. അതുകൊണ്ട് ഇത് നന്നായിട്ട് പേപ്പർ ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ വെള്ളം അടിച്ച് നന്നായിട്ട് കഴുകിയിട്ട് പിടിപ്പിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, അടിപൊളിയായിട്ട് അങ്ങനെ ഇരുന്നോളൂ. ആണല്ലേ, കഴുകിയിട്ട് നമ്മൾ നന്നായിട്ട് എയർ അടിച്ച് തുടങ്ങണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വീൽ ബെയറിങ്ങിൻ്റെ ഉള്ളിലും ഒക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ വിഷയമാണ്. ഇതേപോലെ ഇങ്ങനെ എയർ അടിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ലേശം ഓയിലൊക്കെ തൂത്ത് കൊടുക്കുക, ഓയിൽ ഗ്രീസൊക്കെ തൂത്ത് കൊടുക്കുക. അപ്പോൾ തുരുമ്പ് പിടിക്കില്ല. അല്ലെങ്കിൽ തന്നെ വെള്ളം കുറച്ച് ഒന്ന് ഓടി ചൂടാകുമ്പോഴത്തേക്കും വെള്ളം അപ്പം തന്നെ ഡ്രൈ ആയി പോകും. അപ്പോൾ അതേ വണ്ടി അടിപൊളിയായിട്ട് സെറ്റാക്കി ഇറക്കിയിട്ടുണ്ട്.